ഹലോ ഫ്രണ്ട്സ്, ചിക്കനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലക്ഷദ്വീപിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൽ എത്തിച്ചേർന്നു. അഗത്തി ഐലൻഡിൽ നിന്ന് ഒരു ബോട്ട് പിടിച്ച് കവരത്തിയിൽ രാത്രി എത്തി. കവരത്തിയിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ സാദിഖ് എന്ന് പറയുന്ന ഒരു ബ്രോൻ്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രാവിലെ തന്നെ പ്രഭാത ഭക്ഷണം ഇവിടെ കഴിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്ത് പോയി എന്താണ് കഴിക്കുന്നതെന്നൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചിവിടുത്തെ ഭക്ഷണം കാണിച്ചിരുന്നു. ഇവിടെ നമ്മുടെ റൊട്ടി ഇതാണ് ബീബൻ പത്തിരി അല്ലെങ്കിൽ നൈസ് പത്തിരി, മനസ്സിലായല്ലേ? ഇവിടെ പിന്നെ നമ്മുടെ എരിയുള്ള മീൻകറി, ഇവിടെ നമ്മുടെ ചിക്കൻ കറി, ഇവിടെ നമ്മുടെ പൊറോട്ട, ഇവിടെ നമ്മുടെ സാദിഖ് ബ്രോ. എന്താ പറയാ, ഞങ്ങള് പത്തിരി എന്നല്ലോ പത്തിരി എന്ന് പറയാം. പത്തിരി അത് മറന്നുപോയി. പായ്ക്ക് ഇവരെല്ലാം ഫായ എന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പോലീസ് എന്നുണ്ടെങ്കിൽ ഇവര് പോലീസ് എന്ന് പറയാം അല്ലേ? പോലീസ് ഫായണ്. പിന്നെ പായ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഫാ ഇടും കേട്ടോ. ഫറന്നോ കൊള്ളാം കേട്ടോ. ഇവിടെ നമ്മുടെ ഉപ്പുണ്ട്. ഹലോ, മോർണിംഗ്. പിന്നെ ഇവിടെ ആരാ ഉണ്ടല്ലോ, ഹായ്. അത് നമ്മളെല്ലാവരും കൂടെ രാവിലെ ഭക്ഷണം കഴിക്കുവാണ്. ഇതിൻ്റെയോടൊപ്പം നമുക്ക് ചായയുണ്ട്. ചായ അല്ല, ഇത് എന്താ പറയാ, ഷായ. ഇത് ഷായാണ് കേട്ടോ. അപ്പം ഷായയും ഫത്തീർ. ഓ, ഇത് പാടാണല്ലോ. ഇത് ആലോചിച്ച് പറയണം. ഷായ ഫീർ കൊള്ളാം കേട്ടോ. എന്നാലും ഞാൻ രാവിലെ തന്നെ ഒന്ന് എൻ്റെ താടിയൊക്കെ ഒന്ന് നേരാക്കാൻ വേണ്ടി പോവാണ്. ഈ നാടിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇവിടെ പത്രമില്ല, ഇവിടെ ചിലയിടത്ത് പെട്രോളില്ല, ഇവിടെ ചിലയിടത്ത് ഇഞ്ചിയില്ല, പച്ചവളമില്ല, പച്ചക്കറിയില്ല, അങ്ങനത്തെ കുറേ ഇതുണ്ട്. കാരണം അകത്തിയിലാണെങ്കിൽ കുറേ നാളായിട്ട് പെട്രോളില്ല. കവരത്തിയിൽ ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് പെട്രോൾ സ്റ്റേഷൻ മാത്രം ഒന്നുണ്ട്. ഇവിടെ നിന്ന് ആളുകൾ ബ്ലാക്കിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഷിപ്പൊക്കെ എന്ന് പറയുമ്പോൾ ചില സമയത്ത് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കിട്ടാറില്ല. പിന്നെ മീറ്റ് വിഭവങ്ങൾ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവർ ചിക്കനൊക്കെ കഴിച്ച് പോകുന്നുണ്ട്. പക്ഷേ ചിക്കനിൽ ഇടാൻ സവാള ഇല്ല. ഇന്ന് കഴിച്ച ചിക്കൻ കറി തന്നെ സവാളയൊന്നും ഇല്ലായിരുന്നു. കാരണം സവാള വന്നിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇവിടെ ഇവരുടെ എല്ലാ വെജിറ്റബിളും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് നമ്മൾ നടന്നു പോകുന്നത് ബാർബർ ഷോപ്പിലോട്ടാണ്. ഇതെന്താ, ചിക്കൻ കടയാണോ? ഈ ചെറിയൊരു ചെറിയൊരു ഹോട്ടലാണ്. സിനിമയോ? സിനിമയിൽ പറഞ്ഞോ? ഒരു ഹായ് പറയ്. ഹായ് ചൊല്ലിട്. അതാണ് ഇവിടുത്തെ ഭാഷ കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. നമ്മളങ്ങനെ ഹോട്ടലിന്റെ അകത്തൂടെ കയറി നമ്മൾ പുറത്തോട്ട് പോവാണ്. ഇവിടുത്തെ മെയിൻ വിഭവങ്ങൾ എന്താണ് ഹോട്ടലിലുള്ള? പൊറോട്ട തന്നെയാണ് അല്ലേ? സാധനം വരട്ടെ അങ്ങോട്ട്. അതെ, ഇവിടുത്തെ ഹോട്ടലിലെ പ്രധാന വിഭവം കേരളത്തിലെ ഇവിടെ തന്നെ പൊറോട്ടയാണ് കേട്ടോ. ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട ഇവിടത്തെയും കേരളക്കാരുടെയും മലയാളികളുടെ ദേശീയ ഭക്ഷണം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ലക്ഷദ്വീപും കേരളം ഒന്നും മാറി പറയേണ്ട ആവശ്യമില്ല. മലയാളികൾ പറഞ്ഞാൽ ഒറ്റ ഇതിൽ തീർന്നു. അങ്ങനെ ഞാൻ താടി വഴിച്ച് ഒന്ന് ഇതായി. ഇനി വീട്ടിൽ പോയിട്ട് കുളിക്കണം. ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഒരു കട്ടിയല്ലേ? വെള്ളത്തിന് കുറച്ച് കട്ടി കൂടുതലാണ്. വെള്ളത്തിന് ഒരു കട്ടി പോലെ, കുറച്ച് കട്ടി കൂടുതലാണ്. കുറച്ച് ഉപ്പ് പ്രാവശ്യം, ഉപ്പിന്റെ ഒരു അംശം ഉള്ളത് പോലെ കേട്ടോ. മുടിക്കിടെ ഇതായിട്ടിരിക്കുവാണ്. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ്. മൾട്ടിപർപ്പസ് ഹാൾ വിത്ത് ഓട്ടോ പാർക്കിംഗ് ഫെസിലിറ്റി. മൾട്ടിപർപ്പസ് ഹാളും പിന്നെ നമ്മുടെ ഒരു ഓട്ടോ പാർക്കിംഗ് കൂടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ കല്യാണമൊക്കെ നടക്കാറുണ്ടോ? കല്യാണം ഭാവിയിൽ നടക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മുടെ ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിര ഓട്ടോ പാർക്ക് ചെയ്തിരിക്കുന്ന സംഭവം കൊള്ളാം കേട്ടോ. ലക്ഷദ്വീപിലെ ഓട്ടോ സ്റ്റാൻഡിനുമുണ്ട് ഒരു സൗന്ദര്യം. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷായി. രാവിലെ എന്ന് പറയുമ്പോൾ 10:30 മണി ഓൾറെഡി ആയി. ഇവിടെ താണ്ടെ നമ്മുടെ സഫീർ ബ്രോയുണ്ട്. സഫീർ ബ്രോ, മോർണിംഗ്. ഇതെന്താ ഇവിടെ സ്കൂൾ സൈക്കിളാണല്ലോ ഫുള്ള്? സ്കൂൾ പിള്ളേരുടെ സൈക്കിളാണോ? ഓ, ഇതാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സാദിഖ് ബ്രോ ഇവിടെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഈ കാണുന്നതാണ് ഇവിടുത്തെ ലക്ഷദ്വീപിലെ സ്കൂള് കേട്ടോ. നമ്മുടെ PM ശ്രീ ഗവൺമെന്റ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ കവരത്തി, അതാണ് കേട്ടോ ഈ സ്കൂള്. സാദിഖ് ബ്രോ എന്തായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? സാദിഖ് ബ്രോ ഇവിടെ സ്പോർട്സിന്റെ ഒരു ബോയ് ആയിട്ടാണ്. അതായത് പഠിക്കുന്നതല്ല, പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ആ രീതിയിലാണ്. ഇവിടെ ഫുള്ള് സൈക്കിളാണ് മുഴുവൻ. വന്നിട്ടുള്ളത് നമ്മുടെ
ലക്ഷദ്വീപിലെ കവരത്തിയിലെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ പെർമിറ്റ്. ഇവിടെ വരാനായിട്ട് സന്ദർശകർക്കെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും നമുക്കൊരു ലോക്കൽ സ്പോൺസർ വേണം. ആ സ്പോൺസർ ഇവിടെയുള്ള പേപ്പർ വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പെർമിറ്റ് കിട്ടാൻ. ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കേന്ദ്രഭരണ പ്രദേശത്തോട്ട് വരാൻ പറ്റൂ. കേന്ദ്രഭരണ പ്രദേശത്ത് നമ്മൾ ആദ്യം അകത്തിയിൽ വന്നിറങ്ങുമ്പോൾ നമ്മളാണെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പെർമിറ്റ് കാണിച്ച് അവർ അത് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ഏതൊക്കെ ഐലൻഡ് പോകുമ്പോൾ ഏതൊക്കെ ഐലൻഡിൽ പോയാലും ആ ഐലൻഡിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളിത് എൻട്രി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ കാണുന്ന 10 രൂപ ഇവിടെ ഇരുന്നില്ലേ, ഇത് പ്രോബബ്ലി 10 രൂപ ഇവിടെ തറയിൽ ആരെങ്കിലും വീണ് പോയതായിരിക്കും. അത് അവരിവിടെ തന്നെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. എവിടെ പൈസ ഉണ്ടെങ്കിലും തറയിൽ വീണാൽ അതെടുത്ത് അവിടെ വെക്കും. ആള് 10 രൂപ അന്വേഷിച്ച് വരുന്നപ്പോൾ ഇവിടുന്ന് അവരെടുത്തിട്ട് പോകും. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ രാമേശ്വരം പോലെ നമ്മുടെ ധനുഷ്കോടിയിൽ നിന്ന് ആ ഒരു ഭാഗമല്ലേ, നമ്മുടെ 2 സൈഡും കടല്, ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഹെലിപാഡിൻ്റെ സ്ഥലത്തോട്ടാണ്. അവിടെ നോക്കിയാൽ നീല കളറ്, ഇപ്പുറത്ത് നോക്കിയാലും നമ്മുടെ നീല കളറാ. ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ സബ് ജയിലിൽ. നിലവിൽ ഇവിടെ മനുഷ്യന്മാരൊന്നുമില്ല. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂട്ടിക്കുള്ള ആളുകൾക്ക് ലാഭമോ നല്ല ഇതായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഇവിടെ നിലവിൽ ആ ഡ്യൂട്ടിയിലെന്ന് വെച്ചാൽ ഇത് മെയിൻ്റെനൻസിന് വന്ന കുറച്ച് വർഷങ്ങളിൽ ഒരു വട്ടം മെയിൻ്റെനൻസ് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് ക്രിമിനൽസ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറവാണ് നമ്മുടെ ഇവിടെ പറഞ്ഞാൽ. ഞാൻ വല്ല ജോലിക്ക് വരണമെങ്കിൽ ലക്ഷദ്വീപിൽ വന്നിട്ട് ലക്ഷദ്വീപിലെ സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യും കേട്ടോ. ജയിൽ ഡ്യൂട്ടി ചെയ്യും. അതാണ്, വേറെ പണിയൊന്നുമില്ല. നല്ല അടിപൊളി തെങ്ങിൻ്റെ കൃഷിയാണെന്ന് തോന്നും. പക്ഷേ മണ്ടയിലൊന്നും ഇല്ലാത്ത തെങ്ങുകളാണ് കേട്ടോ. മണ്ടയിലൊന്നുമില്ലാത്ത തെങ്ങുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ലാൻഡാണ്. നമ്മളിപ്പോൾ ചോപ്പറിൻ്റെ ഏതാണ്ട് രക്ഷാസേവാ സന്ധി, നമ്മൾ ചോപ്പറിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ വന്നത്. ഈ കാണുന്നതെല്ലാം ഗവൺമെൻറ് ഓഫീസുകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ നമ്മുടെ ചോപ്പറിൻ്റെ സ്ഥലത്തോട്ടാണ് വന്നത്. ഇതാ നമ്മുടെ പുറത്താണ് കേട്ടോ ഹെലിപാഡ്. കടലിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഹെലിപാഡ്. അവിടെ നമ്മുടെ ചോപ്പർ അടപ്പുണ്ട്. ഈ കാണുന്ന ചോപ്പറിൽ ദിവസേന ഇവർ 3 ട്രിപ്പാണ് അടിക്കുന്നത്. ഇത് ആക്ച്വലി എയർ ആംബുലൻസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. എയർ ആംബുലൻസിന് ഇവിടുത്തെ മറ്റ് കരയിലോട്ട് പോകാൻ വേണ്ടി, അതായത് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നവർക്ക് മാത്രമായിട്ട് അകത്തിയിലോട്ട് പോകാൻ വേണ്ടി ഈ ഒരു എയർ ആംബുലൻസിനെ ഇവർ ഇവിടുത്തെ പബ്ലിക് ചോപ്പറായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ട്രിപ്പിൽ 10 പേര് പോകും. അങ്ങനെ 3 പ്രാവശ്യം ഇവർ ഓരോ ദിവസം ട്രിപ്പ് അടിക്കും. അപ്പം ഒരു ദിവസം 30 പേരെ ഈ ഒരു കവരത്തിൽ നിന്ന് അവർ അകത്തിയിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ നമ്മുടെ അകത്തിൽ നിന്ന് കവരത്തി വരാനുള്ള പ്ലാന്. പക്ഷേ ചോപ്പറിൽ എനിക്ക് ഇത് കിട്ടിയില്ല. അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിൽ വന്നത്. നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ ചീരാണി മരമാണ്. ചീരാണി മരം ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. ചീരാണി മരവും സ്പ്ലെൻഡറും, അത് രണ്ടും ഇവിടെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? മൈലേജ് കൂടുതലുള്ള വണ്ടികൾ, സ്പ്ലെൻഡർ, പിന്നെ അതുപോലെ തന്നെ ഗ്ലാമർ, അങ്ങനെ കുറെ വണ്ടികളുണ്ടല്ലോ. ഹീറോ ഹോണ്ടയുടെ മാത്രമല്ല പെട്രോൾ ഇന്ത്യ കേരളത്തെയും കാട്ടി വില കുറവാണ്. അതെ. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിന് ഒരു ടാക്സ് നമ്മളൊരു പെട്രോൾ വാങ്ങുമ്പോൾ ഇത്ര പൈസ കൊടുക്കണം. മാത്രമല്ല വേറെ കുറച്ച് പൈസ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഇവർക്കെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം കൊടുത്താൽ മതി. കാരണം ഇവർക്കൊരു സംസ്ഥാനം ഇല്ല. കാരണം ഇവർ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഇവിടെ ഒരു കപ്പൽ കാണേ, പണ്ട് എപ്പോഴോ വന്ന കപ്പലാണ്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിൻ്റെ ജഡമായിട്ട് ഇവിടെ കിടക്കുവാണ്. എത്ര വർഷമായി? 10 വർഷം മിനിമം ആയി. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഈ വീഡിയോയിൽ നല്ലതുപോലെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ കുറച്ച് ഒരു സൈൻ ചെയ്തു, ഒന്ന് ജസ്റ്റ് പെർമിറ്റ് അവിടെ എൻ്റർ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പെർമിറ്റ് എക്സിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ ചെയ്യണം. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ പുള്ളിക്കാരൻ്റെ കാശ്മീരിൻ്റെ ചായക്കട, പുള്ളിക്കാരൻ്റെ ചായക്കടയിൽ വന്നപ്പോൾ ഇവിടെ ആകെയുള്ള കടി ഇത് മാത്രമാണ് കേട്ടോ. സമൂസ പിന്നെ ഇപ്പോൾ 1 കിട്ടി. ഇവിടെ ഞാൻ അറിയാതെ ചായ ഓർഡർ ചെയ്ത് പോയി. എനിക്ക് ലൈമാണ് ആവശ്യം. ലൈം ചോദിച്ചപ്പോൾ ഇവിടെ നാരങ്ങയല്ല അല്ലേ? ഇവിടുത്തെ അവസ്ഥ ഇതാണല്ലേ? ഇതാണ്. ഇപ്പോൾ നമുക്ക് കാർഗോ വന്നിട്ട് കുറച്ച് ദിവസമായി, 6 ദിവസം 5 ദിവസമായി നിലവിൽ. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുക, ഈ സാധനങ്ങൾ ഇപ്പോൾ നിലവിലില്ല. നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും എന്നും കിട്ടും. ഇവിടുത്തെ അവസ്ഥ 2-3 ദിവസം ഷിപ്പ് വന്നില്ലെങ്കിൽ ഇവിടെ ഭക്ഷണത്തിൻ്റെ ഷോർട്ടേജ് ആണ് കേട്ടോ. വേറെ പലതും ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇതെന്താ ബ്രോ?
ഇത് മീൻ വെച്ചുണ്ടാക്കിയ സാധനമാണ്. മീൻ മറ്റേ പത്തിരി എന്ന് പറയും. പത്തിരിക്കകത്ത് മീനും വെച്ച് എന്താ പറയാ, മീനിന്റെ എന്തോ ഒരു സംഭവം വെച്ചുണ്ടാക്കിയാണല്ലോ. എന്റെ പേരൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല. നമ്മള് അങ്ങനെ അവിടെ നിന്ന് വന്നു. ഉച്ചഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ബ്രോൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. നമ്മുടെ ബ്രോൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം എനിക്ക് വേണ്ടി നമ്മൾ ലോക്കലായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം, അല്ലാതെ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്നുമല്ല. കറക്റ്റ് ലോക്കൽ. ഞാൻ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ട്രാവലേഴ്സൊക്കെ വരില്ലേ, അപ്പം കൊടുക്കുന്ന എന്താണ് അതുപോലെ തന്നെ. ഇവിടെ എന്താ ഇത് കൊമ്പാണോ? 2 കൊമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതാ ഇവിടെ നമ്മുടെ ഭക്ഷണമുണ്ട്. ഇവിടെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഉള്ളത് ഇതെന്താണ് ബ്രോ? മീൻ വറ്റിച്ചതെന്ന് പറയും. മീൻ വറ്റിച്ചത്. മീൻ വറ്റിച്ചത് അത് കറി മാറ്റിയിട്ടുള്ള മീനാണോ? കറി മാറ്റില്ല, കറി കുറുക്കിയെടുക്കുന്ന പോലെ സംഭവമാണ്. മീൻ വറ്റിച്ചത് ചൂര മീനാണല്ലേ? ഇവിടെ എന്താ കൂടുതൽ ചൂരയാണോ? ചൂരയാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് ചൂരയാണ്. ലഗൂൺ ഫിഷിനേക്കാളും ചൂരയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇവിടുത്തെ വേറൊരു കോമഡി എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കുമ്പോഴെല്ലാരും നിങ്ങൾ ചായ കുടിക്കുമല്ലേ? പാൽ ചായയും കാട്ടി കട്ടൻ ചായയാണോ? മെയിൻ. എൻ്റെ അടുത്ത് നോക്കിയാണ് ഉച്ച സമയത്ത് ചായ കുടിക്കുന്നോ ഈ ചൂട് സമയത്ത്. ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതെന്താ സാമ്പാർ? അത് നമ്മുടെ സാമ്പാർ. പിന്നെ ഇത് നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി, നമ്മുടെ അച്ചാർ, മീനച്ചാറാണ് അല്ലേ? ഇതാണ് കേട്ടോ. ഇവിടെ സാധാരണ മീൻ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ചോറും കറികളും കഴിക്കില്ലേ, 2-3 കറി, അത് തന്നെയാണ് ഇവിടത്തെയും സാധാരണ ആൾക്കാർ ആക്കുന്നത്. നല്ല അടിപൊളിയായിട്ടോ. ഇതുപോലത്തെ റാക്കുള്ള വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ആ ഒരു ടൈപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സുർക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനിഗർ എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സുർക്ക. ഇത് വിനിഗറിൽ എങ്ങനെയാ? വിനിഗറിൽ നമ്മൾ ഈ ചെറുനാരങ്ങ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം ഇട്ട് വെക്കും, 1-2 ആഴ്ച ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ലോക്കൽ വിനിഗർ ആണ്. ലോക്കൽ വിനിഗർ എന്ന് പറയുമ്പോൾ ഇവര് തെങ്ങിന്ന് എടുക്കുന്ന ലോക്കൽ വിനിഗറിൽ 3 ദിവസത്തേക്ക് ഈ നാരങ്ങ ഇടും. ഞാനൊന്ന് കഴിച്ചോട്ടെ. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു. ഭയങ്കര പുളിപ്പ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ടൊന്നും കഴിക്കരുത്. എന്തോ ഒരു ഭയങ്കര വിനിഗറിന്റെ ഒരു എന്തോ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബ്രോന്റെ ഉമ്മയുടെ ചൂര അച്ചാറാണ് കേട്ടോ. അടിപൊളി കേട്ടോ അച്ചാർ. താങ്ക്സ് കേട്ടോ, താങ്ക്സ്. അവിടെ പുറകിൽ ആളുണ്ട് കേട്ടോ. പുള്ളിയാണ് എനിക്ക്. ഇത് തേങ്ങാച്ചോറാണ്. അതായത് നമ്മുടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ചോറ്, അതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ജയരിയിൽ നിന്ന് കുറേ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സുർക്കയല്ലേ, ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സുർക്ക. ഇത് നമ്മുടെ ഇവിടുത്തെ ഒറിജിനൽ സുർക്ക. ഇതിന് നല്ല പുളിപ്പായിരിക്കും. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ, കേരളത്തിലൊക്കെ നമ്മൾ വാങ്ങൂലേ നമ്മുടെ ആർട്ടിഫിഷ്യൽ വിനിഗർ, ആ കാണുന്ന ഇതാണ്. ഇതും അതും തമ്മിൽ ഉള്ള വ്യത്യാസം കണ്ടില്ലേ? ഇത് നമ്മുടെ വീട്ടിന്റെ ഭാഗത്ത് ഞാൻ കണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ സുഫറ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം മെയിൻലാൻഡിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ ആളുകൾ ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ. അത് നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലോ, ഉപയോഗിക്കാറില്ല. അത് പണ്ട് നേരത്തെ നമ്മള് അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഒരുമിച്ചിരുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ സുഫറയിൽ ഒരു പ്ലേറ്റിൽ മാത്രമായിരിക്കും നമുക്ക് ഫുഡ് തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരുന്നത് സുഫറയില്. പക്ഷെ ഇപ്പം നമ്മുടെ ഈ കുറെ കൾച്ചറുകൾ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രോന്റെ വീടാണ് കേട്ടോ. ബ്രോന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ബ്രോന്റെ ഉമ്മാടെ വാപ്പ, ഇവർ ബീവി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ബ്രോ എങ്ങനെയാ ഉമ്മയെ വിളിക്കുന്നത്? ബീവി എന്നാണ് കേട്ടോ ഇവര് വിളിക്കുന്നത്. ഇത് ബ്രോന്റെ ഉമ്മാടെ വാപ്പാടെ കബറടത്തിന്റെ ഇതാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നതിന്റെ കാരണം നിങ്ങൾ തങ്ങള് ഫാമിലി ആണോ അല്ലെ? തങ്ങള് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ബ്രോ എന്നെ പറയും. അത് നബിതങ്ങളുടെ പാരമ്പര്യത്തിലുള്ള ഫാമിലിയാണ്, അതുകൊണ്ടാണ്. അതായത് ഇസ്ലാം മതത്തിലെ ഏറ്റവും അവസാനത്തുള്ള പ്രവാചകന്റെ എന്താ പറയാ പരമ്പര ഫാമിലി, അവരെയാണ് തങ്ങൾ ഫാമിലി എന്ന് കേരളത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ തങ്ങൾ ഫാമിലിയിലാണ് നമ്മുടെ ബ്രോയും തങ്ങൾ ഫാമിലിയിലാണ്. ബ്രോന്റെ ഉപ്പാപ്പാടെ കബറിടാണല്ലേ. ഇതെവിടെയാണ്? കോഴിക്കോട് മുഖദാർ വരും. കോഴിക്കോട് മുഖദാർ മക്കാമായിട്ട്, കോഴിക്കോട് മുഖദാറിലുള്ള മക്കാമാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതെന്താ സംഭവം? ഇത് സിൽസില എന്ന് പറയും. സിൽസില എന്ന് പറഞ്ഞാൽ അതായത് നബിതങ്ങൾ തൊട്ടുള്ള ഈ എന്റെ വല്യപ്പാടെ പേര് വരെയുള്ള ഒരു ഇത് അവരുടെ ഒരു പരമ്പര. ഓ, അത്രയും നാളത്തെ, അത്ര ആൾക്കാരുടെ പരമ്പര. എത്ര ആൾക്കാർ, എത്ര വാപ്പന്മാരുടെ താഴെ ഓരോരോ. ലാസ്റ്റ് കിടക്കുന്നത് അത് വല്യപ്പാടെ പേര്. അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് വായിച്ച് പറഞ്ഞാൽ അറിയില്ല. ഇത് ഫുള്ള് ഒരു വലിയ പേരായിരിക്കും കാണാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെ അതാണ് കേട്ടോ സിൽസില എന്ന് പറയുന്നത്. ഇവരുടെ പാരമ്പര്യ ബോർഡ് കൊള്ളാല സംഭവം. പിന്നെ ഇവിടെ ഇവരുടെ ശാമ്പ്രാണി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. പിന്നെ
പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു റൂമുണ്ട് കേട്ടോ. അതിൽ പഴയ വല്യപ്പാടെ കുറച്ച് എന്തോ പെട്ടിയും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇത് പഴയൊരു മേക്കപ്പ് സെറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമാണല്ലേ? അല്ല, മേക്കപ്പ് സെറ്റ് അല്ല, ഒരു പണ്ടത്തെ ഒരു ആൾക്കാർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനും. ഇതിൽ സീക്രട്ട് ബോക്സ് ഒക്കെ ഉണ്ട്. സീക്രട്ട് ബോക്സ് അത് അതിൻ്റെ അകത്തുണ്ടോ? അയ്യോ, അതിനാ കണ്ടില്ലല്ലോ. ഞാനും കണ്ടില്ല. ഇതിപ്പോഴാണ് കാണുന്നത്? അല്ലല്ല, ഞാൻ ഇപ്പോഴല്ല നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോയതാ. ഓപ്പൺ ചെയ്യുന്ന പെട്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഇത് ഓപ്പൺ ചെയ്യുന്നത്. കൊള്ളാലോ അത്. അതായത് ഇതിങ്ങനെ അടച്ചിട്ട് പൈസ ഇട്ടൊക്കെ വെക്കുന്ന സംഭവം ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മളെടുത്ത് വലിച്ചു ഊരാൻ പറ്റും. അത് ഞാൻ വിചാരിച്ചു അടച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഊരാൻ പറ്റും കേട്ടോ അത്. പക്ഷേ സീക്രട്ട് അറിയില്ല. നമ്മളിനിയിപ്പോ ഇവിടുത്തെ നബിദിനാഘോഷത്തിന്റെ വിളംബര റാലി കാണാൻ വേണ്ടി പോവാണ്. അതായത് നബിദിനം വരുന്നു എന്ന് പറയുന്നോണ്ടുള്ള വിളംബരം. അതെ, വിളംബരത്തിന്റെ ഘോഷയാത്രയ്ക്ക് വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ കുറേ ബൈക്കും കാറും ഇവിടെ ഡെയിലി ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കുറേ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളായിട്ട്, ചിലപ്പോൾ വണ്ടികളായിട്ട്, ദഫുമാണ്, അങ്ങനത്തെ ഭയങ്കര സംഭവമാണ്. നബിദിനം ഭയങ്കര ആഘോഷമാക്കുന്ന ആളുകളും കൂടിയാണ് നമ്മുടെ ലക്ഷദ്വീപുകാർ. ഇവിടെ നമ്മുടെ സോദിക് ബ്രോയും ബ്രോയുമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കണ്ടു. ഇത് നമ്മുടെ ഓപ്പൺ ഷോപ്പാണ്. നമ്മുടെ നാഗാലാൻഡിലും ചില നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് നല്ല മുറുക്കാനുണ്ടല്ലോ, മുറുക്കാൻ അവർ ഇതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെ അറിയാൻ പറ്റും? അത് വാങ്ങിച്ചിട്ട് 10 രൂപ ആളുകൾ താണ്ടെ പൈസ ഇതിലിട്ടിട്ട് പോകും കേട്ടോ. ഇത് കൊള്ളാലോ. എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതിവിടെ കോമൺ ആണോ അതോ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ? അത്യാവശ്യം നാടിന്റെ പല ഭാഗത്തിലും ഈ സാധനം കാണുന്നു. ആരും പൈസ എടുത്തിട്ട് പോയില്ല. ആരും സാധനം എടുത്തിട്ട് പോയില്ല. പൈസ ഇട്ടിട്ട് സാധനം എടുത്തിട്ട് പോകും. കൊള്ളാല്ലേ? പൈസ എടുക്കില്ല. നമ്മുടെ ഘോഷയാത്ര കാണാനായിട്ട് ഈ ഒരു ജംഗ്ഷനിൽ ധാരാളം ആളുകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. കോഴിക്കോട്ടില് കുട്ടികളെ ഇട്ടോണ്ട് പോകുന്നല്ലേ, മറ്റേ ആപ്പയില് കോഴിക്കോടുള്ളതാ. ഫുള്ള് കുട്ടികളെ എത്തി ഓരോ വണ്ടിയിലായിട്ട് കൊണ്ടുപോവാം. നമ്മളവിടെ തൊട്ടപ്പുറത്ത് ദഫുമുട്ടൊക്കെ വരുവാണ്. ഓരോ കുട്ടികൾ മുട്ടായൊക്കെ വാരി എറിയുവാണിപ്പോ. വാരി എറിയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എറിയുന്നുണ്ടോ? ഇതിങ്ങനെ നേരെ 150 വണ്ടികളുണ്ട്. നമ്മൾ വേറൊരു ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീച്ചാണ് കേട്ടോ. ബീച്ച് എന്ത് മനോഹരമല്ലേ. അവിടെ നമ്മുടെ പോർട്ടൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ കയാക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് കാണാം. ബീച്ച് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. നല്ല നീലജലം. ഈ ഒരു വീഡിയോയിൽ നല്ലതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മുടെ വിളംബര ഘോഷയാത്ര വീണ്ടും വരുന്നുണ്ട്. പരിപാടി കാണാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് ആളുകളാണ് കേട്ടോ എല്ലാ വീടുകളിലും. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇത് നമ്മുടെ മിനിക്കോയ് ഐലൻഡിലുള്ള ആളുകളാണ് കേട്ടോ. ആ ഒരു വസ്ത്രം വെച്ച് നിങ്ങൾ കണ്ടത്. ഇവിടെ ഫുൾ ആളുകളാണ്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ ആളുകളാണ്. പരിപാടി കാണാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്.
അവിടെ അങ്ങ് ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ മിനിക്കോയ് ദ്വീപിൽ നിന്നെത്തിയ ആൾക്കാരാണ് കേട്ടോ. അവരുടെ വസ്ത്രധാരണ എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെയുള്ള സാധാ കവരത്തി ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ നിപ്പിന് മഴ വെയിൽ ഇതൊക്കെയാണ് കേട്ടോ. അതാ പറഞ്ഞില്ല, മഴ എല്ലാവരും ഓടിയിട്ടുണ്ട് കേട്ടോ. ഓടി കയറാണ് തോന്നുന്ന സമയത്ത് അല്ലേ. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിലോട്ടാണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റ്, ഭക്ഷണശാലയാണ്. ഈ ഭക്ഷണശാല നടത്തുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ സ്ത്രീകൾ ചേർന്നിട്ടാണ്. അതിനെ പറയുന്നത് ദീപശ്രീ എന്നാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മെയിൻലാൻഡിൽ കുടുംബശ്രീ എന്ന് പറയുന്ന സെറ്റപ്പില്ലേ, അതുപോലെ ഇവിടെ ഉള്ള ഒരു സെറ്റപ്പാണ് ദീപശ്രീ. എവിടെ കിടക്കുമായിരുന്നു? പോയച്ചുമനി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വരാന്നാണ് അർത്ഥം. താണ്ടേ നമുക്ക് എന്തൊക്കെ കടിയും ചായയായിട്ട് വരുന്നുണ്ട്. ഇവിടെ കുറെ ഐറ്റം ഉണ്ടല്ലോ. ഇതൊക്കെ നാടൻ ഐറ്റംസ് ആണ് അധികം. ഇത് നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് ബാക്കി കൊണ്ടുപോകാം അല്ലേ? ഇഷ്ടം ഏതെടുത്താലും 10 രൂപ. ഓക്കെ, ഇഷ്ടം ഏതെടുത്താലും 10 രൂപ. നമ്മുടെ ചായ, പയറ്, എന്തൊക്കെയുണ്ടല്ലോ. ഇത് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആട്ടോ. എന്താ? കട്ടൻ ഇത് ഉരുക്കിയെന്ന് പറയും. ഉരുക്ക്. ഇത് മീനാണ്. മീന് ഇതെല്ലാം ഓരോ ഇതിന്റെ അകത്ത് വെച്ചിട്ട് വരുന്നത്. മീനിന്റെ കുറെ വിഭവങ്ങൾ ഇവിടെ ധാരാളം ഉണ്ട്. പിന്നെ നെയ്യപ്പയില്ലേ? നെയ്യപ്പം സെറ്റ് ചെയ്യാം. എനിക്ക് നെയ്യപ്പം ഇഷ്ടം. അകത്തിന്നൊരു നെയ്യപ്പം അടിച്ചു. ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാക്കുന്ന ചില ഇതിനായിട്ടൊക്കെ സാദൃശ്യമുണ്ട് കേട്ടോ. കുറച്ച് സാദൃശ്യമുണ്ട്. ലക്ഷദ്വീപ് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ ബീച്ചിന്റെ അടുത്തുള്ള ഏരിയകളുമായിട്ട് വലിയ സാദൃശ്യമുണ്ട്. ഞാൻ അതാണ് എൻ്റെ ഉമ്മ വരെ ഇതുപോലെ ഇങ്ങനെ വേണമായിരുന്നു കേട്ടോ പണ്ട് തട്ടയിട്ടുകൊണ്ടിരുന്നത്. കുറേ സാദൃശ്യമുണ്ട് കേട്ടോ നമ്മുടെ ബീച്ച് ഏരിയകളൊക്കെ. പൂന്തറ ഭീമാപള്ളി ആ ഒരു ഏരിയയൊക്കെ ഇപ്പോഴത്തെ സിനിമയിലേക്ക്. ആ അതെ, അത് തന്നെ. അറിഞ്ഞൂടാത്തവരെ അഭിനയിക്കണം. ഇപ്പൊ നമ്മള് കഥ പറഞ്ഞേ ഉള്ളൂ. പുള്ളിയെ കണ്ടില്ലേ ചൂര പിടിച്ചോണ്ട്. എവിടെ നിന്ന് പിടിച്ചാടാ? എൻ്റെ അമ്മ ഒരു ചൂര. ഇതേത് മീന്? ഇതും ചൂരയാണ് കേട്ടോ. ഇതും ചൂരയാണ്. നിങ്ങൾ പിടിക്കാൻ വേണ്ടി പോയതാ? പിടിച്ചിട്ടോ? സ്നോർക്കലിംഗ് കിറ്റൊക്കെ ആയിട്ട് പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഈ ഒരു ചൂരയ്ക്ക് എത്ര വരും ബ്രോ? ഈ ഒരു ചൂരയ്ക്ക് എത്ര വരും? 1 കിലോയ്ക്ക് 200. ഈ ഒരു ചൂരയ്ക്ക് 1000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ ഈ ചൂരയ്ക്ക്. ഇപ്പം നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ മോദിജിയുടെ ഒരു പോസ്റ്ററാണ് കേട്ടോ. BJP ലക്ഷദ്വീപിൻ്റെ വക മോദി വരുന്നതിൻ്റെ അനുബന്ധിച്ച് അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററും കൂടിയാണ്. പുള്ളിക്കാരൻ ലക്ഷദ്വീപിന് വന്നതിന് ശേഷം ലക്ഷദ്വീപിൻ്റെ ടൂറിസം വളരെ രീതിയിൽ ബൂമായിട്ടുണ്ട്. കാരണം സ്പെഷ്യലി ഉത്തരേന്ത്യക്കാർക്ക്, നമ്മുടെ കേരളീയർക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാമെങ്കിലും ഉത്തരേന്ത്യക്കാർക്ക് ഒരു പിടിയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആക്ച്വലി നല്ല ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം പുള്ളിക്കാരൻ അന്ന് വന്നത് ബംഗാരം ദ്വീപിലാണ്. നമ്മുടെ BJP ലക്ഷദ്വീപ് അവരുടെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നും പറഞ്ഞ് ഇവിടെ കാവി ഇതൊക്കെ അടിച്ച് പുള്ളിക്കാരുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വലിച്ച് കീറി തോന്നുന്നു. എന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയാണ്. 2.5 വർഷം ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും തുറന്നിട്ടില്ല അല്ലേ? അതെന്താ തുറക്കാതെ? അറിയില്ല കേട്ടോ. ഹായ്, അവിടെ ബോച്ചയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. നമ്മൾ പോർട്ടിൻ്റോട്ട് അടുത്ത് വന്നപ്പോൾ ഇവിടെ തന്നെ ചായ വിൽക്കുന്ന ഒരു കട. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇന്ന് കടലിനോട് ചേർന്ന് നിന്ന് ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ കുറേ ലക്ഷദ്വീപ് ഐറ്റങ്ങളാണ് ഇവിടെയും നമുക്ക് വിൽക്കുന്നത്. കലത്തപ്പം, അത് മീൻ്റെതാണോ? അതല്ലേ മീൻ്റെ? കുടലും മുട്ടയൊക്കെ ഉള്ള മിശ്രിതമാണ്. പിന്നെ ഇത് നമ്മുടെ കണ്ണൂർ സംഭവം. ഇത് കലത്തപ്പം അല്ലേ? നമ്മുടെ കിണ്ണത്തപ്പം പോലെ. കിണ്ണത്തപ്പം വെളുത്തിരിക്കും തിരുവനന്തപുരത്തെ. അതെന്താ പഴോ? ഇത് വേറൊരു ഇതെന്താ? ഇത് ഇലയപ്പം. പൂക്കുത്തിനെ ഫൂക്കുത്ത് എന്ന് പറയും. മീനാണ്. ഇവിടെ മീൻ വിഭവങ്ങളാണ്. പിന്നെ ഇത് എന്തോ സാധനമോ? ഇതിന്റെ അനുബന്ധിച്ച് പള്ളി ഫുള്ള് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ മൗലീദ് നടക്കുവാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് കളറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നേരെ വന്നത് ഭക്ഷണത്തിന്റെ ടേബിളാണ്. ഇവിടെ ഒരു ഐലോ കവരത്തിയൊക്കെ ഉണ്ട്. അതിന് കാരണം നമ്മളിവിടെ ടൂറിസം ഓഫീസോ? ടൂറിസം ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടൂറിസം ഒരു സംഭവമാണ്.
അപ്പൊ അതല്ലേ എന്തോ ആണ്, സോറി. അപ്പൊ ഇവിടെ ഇന്ന് ദോശ കഴിക്കുന്നു, അവിടെ നിന്ന് നമ്മളെ ദോശ കഴിക്കുന്നു. ബ്രോന്റെ പേരെന്താ? റിയാസ്. അതെ, ബ്രോന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ബ്രോന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, ആളുകൾ കണ്ടു. അപ്പൊ ഞാനിവിടെ നെയ്റോസ്റ്റ് കഴിക്കുമ്പോൾ അവരെല്ലാം മൂന്ന് ദോശ, 3 ചെറിയ ദോശ കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ 65. അതെ, അതാണ് വിഷയം. നമ്മളിവിടെ ആക്ച്വലി കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. ഓണാഘോഷം നടത്താനുള്ള പ്ലാനിന് വേണ്ടി നമ്മൾ സദ്യക്ക് വേണ്ടി കുറെ ആൾക്കാരെ വിളിച്ചു. സദ്യക്ക് വിളിച്ചപ്പോൾ ഒരു സ്ഥലത്തും പച്ചക്കറി ഇല്ല. കാരണം ഇവിടെ വണ്ടി വരണ്ടേ, ഇവിടെ ഷിപ്പ് വന്നാലല്ലേ പച്ചക്കറി എടുത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇവിടെ റോഡില്ലല്ലോ. അപ്പൊ അതാണ് പ്രശ്നം, പച്ചക്കറി ഇല്ല. ഈ സാമ്പാറിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, പച്ചക്കറി ഉണ്ടോ? നിങ്ങളല്ലേ സാമ്പാർ പച്ചക്കറി ഉണ്ടോ സാമ്പാറിൽ? പോവാണ് കേട്ടോ, ആൻസർ പറയാതെ പോവാണ്. പച്ചക്കറി ഇല്ലാത്ത സാമ്പാർ കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ. ഞാൻ ഖേദിക്കുന്നു ബ്രോ, നിങ്ങളോട് പച്ചക്കറി ഇല്ലാത്ത സാമ്പാർ കഴിക്കാൻ ഞാനും എത്തിയിട്ടുണ്ട്. എനിക്ക് ചമ്മന്തി ഉണ്ടോന്നും, ചമ്മന്തിയിൽ മുളക് കിട്ടിയിട്ടുണ്ട്, അത് തന്നെ ഭാഗ്യമാണ് കേട്ടോ. മുളക് ഉണ്ടെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്നിട്ട് കൊണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ. മുളക് തന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത് ഇവിടെ. ഒരു മുളക് തന്നിട്ട് എന്തോ തന്നത് വരെയാണ് കേട്ടോ പറഞ്ഞിട്ട് പോയത്. എന്താവട്ടെ, ബ്രോന് ബുൾസമാണോ അല്ലേ? ബ്രോ ഇപ്പം വരുന്ന പറയാ എനിക്ക് ബുൾസ് വാങ്ങാമെന്ന്, അവിടെ നിന്ന് പറയാ ബുൾസ് അടിക്കാൻ മുട്ടയില്ലെന്ന്. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? അപ്പൊ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. ഭാഗ്യല്ലേ? കുടിക്കാൻ വെള്ളമുണ്ട്. എന്നാ തേങ്ങ ഉണ്ട്, പറിച്ചെടുത്താലോ? അതാ, തേങ്ങ ഉണ്ട് കേട്ടോ. 22,000-ഓളം തേങ്ങ. എത്രയേ എന്താ തേങ്ങ അരച്ച ചമ്മന്തി അല്ലതാ, ചമ്മന്തി തേങ്ങ ഉണ്ട്. ആ, അല്ലെങ്കിൽ തേങ്ങാ പുൽസ് അടിക്കേണ്ടി വരും അല്ലേ? നമ്മൾ അടുത്തൊരു കൂൾ ബാറിലോട്ട് വന്നിട്ടുണ്ട്. ഭാഗ്യം, എന്തോ ഭാഗ്യം, ഇവിടെ സോഡ കിട്ടും കേട്ടോ. നേരത്തെ ഉച്ചയ്ക്ക് ലൈം പൊടിക്കാൻ വേണ്ടി പോയപ്പോ നാരങ്ങയില്ല. എന്തൊക്കെ ബ്രോ ഹായ് പറയുന്നോ? ഹായ്, പേരെന്താ? സഹീദ്. ബ്രോ ഹായ് പറയുന്നോ? ഇല്ലല്ല, ഫോഴ്സൊന്നും പറയിപ്പിക്കുന്നില്ല, പറഞ്ഞാൽ മതി. അപ്പൊ ഹായ് പറയാത്ത ബ്രോയും ഹായ് പറഞ്ഞ ബ്രോയും എല്ലാരും കൂടെ ആയിട്ട് നമുക്ക് നാരങ്ങ കിട്ടിയല്ലേ, ഇത് സന്തോഷ ദിനമാണ്. നാരങ്ങ കിട്ടിയതിന്റെ സന്തോഷം. അതെ, വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ മറ്റൊരു കാഴ്ച കാണിച്ചു തരാനാണ് ഈ കാണുന്നത്. നമ്മുടെ ട്രെയിനിന് ക്രോസ് ചെയ്യാൻ വേണ്ടി അതിലേക്കൂടെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. കവരത്തിയിൽ ഈ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിന് എന്തിനായിരിക്കും ട്രെയിൻ എന്നായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നത്. അതെ, ഇത് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ച സംഭവമാണ്. എന്തിനാണ് ഈ 8 കിലോമീറ്ററിൽ ട്രെയിൻ എന്നുള്ള സംഭവം? ഈ കാണുന്നത് പണ്ടത്തെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നില്ലേ, അങ്ങനത്തെ ഉള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് വർക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഇത്. പിന്നെ നമ്മുടെ പണ്ടത്തെ പാലം കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ഒരു വീടൊക്കെ വെച്ച് ആരൊക്കെ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് വീടൊക്കെ പണിത് കയറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ പാലത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ കോഴി മാട്ടുംകുട്ടിയൊക്കെ നടക്കുന്നത്. ഞാൻ ട്രെയിനിൻ്റെ പണ്ടത്തെ ട്രെയിൻ അവരിവിടെ അടച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊന്നും അവർ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ കാഴ്ചക്കാർക്ക് ഹരവുമായിരുന്നു. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ട്രെയിൻ. ഇതെന്ന് പറയുമ്പോൾ വളരെ ചെറിയ ട്രെയിനാണ്. ഇത് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങ് പണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെ സമയത്താണ് ഇന്ദിരാഗാന്ധി ഇവിടെ ലക്ഷദ്വീപിൽ വന്നിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ചു ഇവിടുത്തെ കുട്ടികളെടുത്ത് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്കൊരു ട്രെയിൻ വേണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇന്ദിരാഗാന്ധി പണി കഴിപ്പിച്ചു, ഒരു ട്രെയിൻ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മുടെ മിക്കി മൗസൊക്കെ ട്രെയിനിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, മിക്കി മൗസിന്റെ ചിത്രം. എന്താ വെച്ചിരിക്കുന്നത്? തള്ളിയെന്നാ? തള്ളിയെന്നല്ല കേട്ടോ. എനിക്ക് കവരത്തിയിലുള്ള സഫീർ ഭവനെ കാട്ടി ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. അടുത്ത സംഭവം എന്ന് പറയുമ്പം ഇവിടെ ലക്ഷദ്വീപിലെ ലൈറ്റ് ഹൗസ്, നമ്മുടെ സിനിമയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളതാണ്. കവരത്തിയിലെ ലൈറ്റ് ഹൗസ്. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. ഇങ്ങനെ അങ്ങറ്റം വരെ നമുക്ക് കയറി പോകണം. എത്ര സ്റ്റെപ്പുണ്ട്? ഇന്നലെ 115 കൂട്ടി ഇന്നലെ 300 തള്ളി ആശാനാണ് കേട്ടോ. നമ്മള് മുകളിലെത്തി. ലാൻഡ് ഓഫ് കോക്കനട്ട് എത്തി കേട്ടോ. ഫുള്ള് തെങ്ങ, അടിപൊളി. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഭാഗമാണ്, നമ്മുടെ പോർട്ട് ഭാഗം. ഇവിടെ കടല്. ഇതാണ് കേട്ടോ നമ്മുടെ അനാർക്കലി സിനിമയിൽ കാണിക്കുന്ന നമ്മുടെ കവരത്തിയിലെ ഇത്. അടിപൊളി. അവിടെയാണ് നമ്മുടെ സൂര്യാസ്തമയം വരുന്നത്. ഫുള്ള് തേങ്ങ.
അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപിലെ ക്ഷേത്രത്തിലോട്ട് വന്നതാണ് കേട്ടോ. ലക്ഷദ്വീപിലെ ക്ഷേത്രം ഉണ്ടല്ലേ? ലക്ഷദ്വീപിൽ ക്ഷേത്രമില്ലാന്ന് പലരും പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള മറുപടി കൂടിയാണത് ലക്ഷദ്വീപിൽ. പക്ഷെ എന്നിരുന്നാലും ജീസസിന് ഒരു പള്ളിയില്ല. അല്ല, ജീസസിന് ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം ലക്ഷദ്വീപിൽ മുസ്ലിംസ് ആണ് കൂടുതൽ, മുസ്ലിം പോപ്പുലേഷൻ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും കുറേ ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ ഉള്ള ഒരു ശിവക്ഷേത്രമാണ്. നമ്മുടെ നബിദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ലൈറ്റും പരിപാടികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. വീണ്ടും അടുത്ത ഭക്ഷണത്തിന്റെ ടേബിളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബിരിയാണി, അവിടെ എന്താ അത് കസ്റ്റാർഡ് എന്ന് പറയാം. കസ്റ്റാർഡ്, പപ്പടം. ഇത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ പാലാടയാണ് കേട്ടോ. പാലാട ഇവരെന്താ പറയുന്നത്? കിലാഞ്ചി എന്ന് പറയുന്ന ഒരു സംഭവം. പാലാടയെ ഇവർ റെക്റ്റാങ്കിൾ ഷേപ്പിലിട്ട് അതിൽ തേങ്ങാപ്പാലും പഴവും കൂടെ ആയിട്ടുള്ള മിശ്രിതത്തിന് ഇവർ കേളാഞ്ചി, ഇത് കേളാഞ്ചി പാലും പഴവും ഇത് വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇവിടെ ചമ്മന്തി, മീനച്ചാറ് ഇതൊക്കെയാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. മറ്റേ ഈത്തപ്പഴ അച്ചാറ് കൊള്ളാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇതെന്ന് പറയും, അത് ഇവർ ചീലാഞ്ചി എന്ന് ഇതിൽ പറയും അല്ലേ? അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും കഴിച്ചോട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. തേങ്ങാപ്പാലും പാലും ഇട്ടിട്ട് അടിപൊളി കേട്ടോ. വേറെ ലെവല് വശം അടിപൊളി. അടുത്ത ടേബിളിൽ നിന്ന് നേരെ കിടക്കയിലോട്ട് വന്നു. 2 ദിവസത്തെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചത് കേട്ടോ. 2ാമത്തെ ദിവസത്തിലുള്ള വൈകുന്നേരത്തുള്ള കുറച്ച് ലൈറ്റ് ഹൗസിൽ പോയതും റെയിൽവേ പാളമൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലക്ഷദ്വീപിലെ കുറച്ച് ഫുഡൊക്കെ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിച്ചു തരാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ടൂറിസ്റ്റായിട്ട് വന്നതല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള ലക്ഷദ്വീപിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാനൊരു ടൂറിസ്റ്റായിട്ട് വരുന്നതല്ല, ഒരു സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ വരണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എങ്ങനെ ഇവിടെ എത്താം, ആരെ കോൺടാക്ട് ആയി. നമ്മുടെ സഫീർ ബ്രോയൊക്കെ ആളുകളെ ഇവിടെ എത്തിക്കും. അപ്പോൾ പുള്ളിക്കാരനൊക്കെ പെർമിറ്റ് എടുത്ത് തരാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ.